പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ സന്തോഷത്തോടെ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നു. കാരണം ഇത് ക്രിസ്മസ് വീക്കാണ്. ഒരു ജൂബിലി വർഷത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് നാം നീങ്ങുകയാണ്. ഈശോയുടെ ജനനത്തിൻ്റെ 2025 വർഷം പൂർത്തിയാകുന്നു. ഇത്ര സന്തോഷമാണ്. കർത്താവെ, നിൻ്റെ വലിയ ആ ജൂബിലി വർഷം കാണുവാൻ, ജൂബിലി വർഷത്തിൻ്റെ ഈ അങ്ങയുടെ ബർത്ത്ഡേയുടെ ആ ഒരു ജൂബിലി വർഷം 2025 വർഷം പൂർത്തിയാകുന്ന സമയത്തായിരിക്കുവാൻ ദൈവം അനുവദിച്ചതിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്ന് നാം പഠിക്കുന്ന വചനം ക്രിസ്മസ് വീക്കാണ്. ഈ ആഴ്ചയിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട വചനങ്ങൾ പഠിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വചനം. ദ ബുക്ക് ഓഫ് ദ പ്രോഫറ്റ് ഐസായ ചാപ്റ്റർ 7 വേഴ്സ് 14. കർത്താവ് നിനക്ക് ഒരടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. കർത്താവ് തരുന്ന വലിയ അടയാളമാണ്. ലോകത്തിൻ്റെ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ, വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ഈ ഈശോ തമ്പുരാൻ. അതുകൊണ്ട് അവൻ വിളിക്കപ്പെടുന്നത് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. അതാണ് പറയുന്നത്, therefore the Lord will give you a sign. Look, the young woman with child and shall bear a son and shall name him Emmanuel. ഇപ്പൊ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ നമ്മളോടൊപ്പം, അല്ലേ? അതാണ് ഈ ക്രിസ്മസ്. നമുക്ക് ആഘോഷിക്കാം, സന്തോഷത്തോടെ ഈ ആഴ്ചയായിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.